അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 18 വെള്ളിയാഴ്ച. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലെ ലഹരിമരുന്ന് പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഹാജരാകാൻ പോലീസ് ഇന്ന് നോട്ടീസ് അയക്കും. പരിശോധനയ്ക്കിടെ എന്തിന് ഓടിപ്പോയെന്ന് താരം വിശദീകരിക്കണം. നോട്ടീസ് തൃശൂരിലെ വീട്ടിൽ എത്തിക്കാനാണ് പോലീസ് തീരുമാനം. ഒരാഴ്ചയ്ക്കകം ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകും. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പോലീസിന്റെ ലഹരി പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയോടിയത്. പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘം ഷൈനിനെ തേടിയല്ല ഹോട്ടലിൽ പോയതെന്നും മറ്റൊരു ലഹരി കച്ചവടക്കാരനെ തേടിയാണെന്നും നാർക്കോട്ടിക്സ് ACP അബ്ദുൽ സലാം. അതേസമയം ഷൈൻ ഓടിപ്പോയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും റൂം പരിശോധിച്ചപ്പോൾ നിയമവിരുദ്ധമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും ചോദ്യം ചെയ്താലേ എന്തുകൊണ്ടാണ് ഓടിപ്പോയതെന്ന് വ്യക്തമാകൂ എന്നും ACP പറഞ്ഞു. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയുള്ള വെളിപ്പെടുത്തലിൽ മൊഴിയെടുക്കാൻ എക്സൈസ് അനുമതി തേടിയെങ്കിലും അന്വേഷണവുമായി സഹകരിക്കാൻ താൽപ്പര്യമില്ലെന്ന് നടി വിൻസി അലോഷ്യസിന്റെ കുടുംബം അറിയിച്ചു. സിനിമയിലെ പരാതി സിനിമയിൽ തീർക്കാമെന്നും വിൻസിയുടെ കുടുംബം പറഞ്ഞു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനില്ലെന്ന് വിൻസി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. പരിശോധന ഒഴിവാക്കാൻ മാത്രം പവിത്രതയൊന്നും സിനിമാ സെറ്റിനില്ലെന്നും ലഹരി പരിശോധനയിൽ നിന്ന് സിനിമാ സെറ്റിന് മാത്രം പ്രത്യേക പരിഗണനയില്ലെന്നും എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. ലഹരി പരിശോധന എല്ലായിടത്തും നടത്തുമെന്നും ലഹരി വ്യാപനം തടയുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യമെന്നും എക്സൈസ് നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. നടി വിൻസി അലോഷ്യസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ലഭിച്ച എല്ലാ പരാതികളും പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും MP രാജേഷ് പറഞ്ഞു. ഷൈൻ ടോം ചാക്കോയെ താൻ വെള്ളപൂശിയിട്ടില്ലെന്നും എന്നാൽ വിൻസിയുടെ പരാതി ഉയർന്നിരുന്ന സാഹചര്യത്തിൽ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്ന് തിരിച്ചറിയുന്നുവെന്നും നടി മാല പാർവതി. ഷൈൻ ടോം ചാക്കോയെ വെള്ളപൂശുകയും വിൻസിയെ തള്ളിപ്പറയുകയും ചെയ്തെന്ന ആരോപണത്തിൽ മറുപടി പറയുകയായിരുന്നു നടി മാല പാർവതി. സിനിമാ സെറ്റിലെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുക മാത്രമാണ് ചെയ്തതെന്നും നടി വിശദീകരിച്ചു. ഷൂട്ടിങ്ങിനിടയിൽ ലഹരി ഉപയോഗിച്ച് നടൻ മോശമായി പെരുമാറിയെന്ന നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഗൗരവമുള്ളതാണെന്നും സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതികരിക്കുകയും ധൈര്യപൂർവ്വം നിലപാട് സ്വീകരിക്കുകയും ചെയ്ത നടിയുടെ സമീപനം സ്വാഗതാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തിന് തന്നെ മാതൃകയാണ് നമ്മുടെ സിനിമാ മേഖലയെന്നും അതിനെ മങ്ങലേൽപ്പിക്കുന്ന യാതൊരു നിയമവിരുദ്ധ പെരുമാറ്റവും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ ഷൈൻ ടോം ചാക്കോ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്ന് താരസംഘടനയായ അമ്മ. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകിയില്ലെങ്കിൽ ഷൈനെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് അച്ചടക്ക സമിതി ജനറൽ ബോഡിയോട് ശുപാർശ ചെയ്യും. അമ്മ നിയോഗിച്ച 3-അംഗ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംഘടനയുടെ തീരുമാനം. ലഹരി ബുദ്ധി നശിച്ച തലമുറയെ സൃഷ്ടിക്കുമെന്ന് കർദിനാൾ മാർ ക്ലിമ്മിസ് കത്തോലിക്ക ബാവ. ദുഃഖവെള്ളി ദിനത്തിൽ നൽകിയ സന്ദേശത്തിലാണ് ഗൂഢസംഘങ്ങൾ സമൂഹത്തിൽ അഴിഞ്ഞാടുന്നുവെന്ന് കത്തോലിക്ക ബാവ ചൂണ്ടിക്കാട്ടിയത്. പൊതുസമൂഹത്തിന്റെ വേദനയെ ചേർത്ത് നിർത്താമെന്നും കുരിശ് മതചിഹ്നം മാത്രമല്ലെന്നും രക്ഷയുടെ അടയാളം കൂടിയാണെന്നും കുരിശിനെ മാനിക്കാൻ ചുറ്റും നിൽക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ദുഃഖവെള്ളി ക്ഷമയുടെ സന്ദേശമാണ് നൽകുന്നതെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ. വിട്ടുവീഴ്ചയുടെ മനോഭാവം വേണമെന്നും പക്ഷേ ഇപ്പോൾ ലോകത്ത് നടക്കുന്നത് അതല്ലെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നും സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായി കരുതുന്നില്ലെന്നും പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നും അത് സർക്കാരിന്റെ മൈലേജ് കൂട്ടുകയേ ഉള്ളുവെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. കോടതിക്കപ്പുറം എങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്ന് നോക്കണമെന്നും കോടതി ഇടപെട്ടതിനാൽ കോടതി വിധി തന്നെയാകും അന്തിമമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി തടയണമെന്ന് ആവശ്യപ്പെട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചു.
എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ ഉത്തരവ് ഏകപക്ഷീയവും നിയമവിരുദ്ധവും ആണെന്നാണ് വാദം. ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ 2013 നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം ലഭിക്കണമെന്നും എൽസ്റ്റൺ എസ്റ്റേറ്റ് ആവശ്യം ഉന്നയിച്ചു. വനിതാ CPOമാരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി തീരാൻ 2 ദിവസം ബാക്കി നിൽക്കെ സമരം ചെയ്ത 3 പേർക്ക് ഉൾപ്പെടെ 45 ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് മെമ്മോ ലഭിച്ചു. വിവിധ വിഭാഗങ്ങളിലായി 45 വേക്കൻസികൾ വന്നതോടെയാണിത്. അതേസമയം അഡ്വൈസ് മെമ്മോ ലഭിക്കാത്തവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട KK രാഗേഷിനെ അഭിനന്ദിച്ചുള്ള കുറിപ്പിൽ വിവാദം തുടരവെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ദിവ്യ SIR. ബോധ്യമുള്ളപ്പോൾ സ്നേഹാദരവ് അർപ്പിക്കുന്നത് അന്നും ഇന്നും ഒരു പതിവാണെന്നും അത് പതയല്ല, എൻ്റെ ജീവിതപാതയാണെന്നും ദിവ്യ SIR ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. മഴ പെയ്തു കഴിഞ്ഞ് മരം പെയ്യുന്ന പോലെ എവിടെയൊക്കെയോ ചിലമ്പുന്നതും പുലമ്പുന്നതും കേൾക്കുന്നുണ്ടെന്നും ദിവ്യ കുറിച്ചു. സംസ്ഥാന കോൺഗ്രസിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും പെരുമാറ്റച്ചട്ടം വരുന്നു. കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലെ ഉന്തും തള്ളും പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം. പാർട്ടി യോഗങ്ങളിലും പൊതുപരിപാടികളിലും പാലിക്കേണ്ട മാർഗരേഖ KPCC ഉടൻ പുറത്തിറക്കും. പെരുമാറ്റച്ചട്ടം പാലിക്കാത്തവർക്കെതിരെ അച്ചടക്ക നടപടിയുണ്ടാകും എന്നാണ് മുന്നറിയിപ്പ്. കോന്നി ആനത്താവളത്തിൽ കോൺക്രീറ്റ് തൂണ് ഇളകി വീണ് 4 വയസ്സുകാരന് ദാരുണാന്ത്യം. അടൂർ കടമ്പനാട് അജി ഷാരി ദമ്പതികളുടെ ഏകമകൻ അഭിരാമാണ് മരിച്ചത്. ഇളകി നിൽക്കുകയായിരുന്ന തൂൺ കുട്ടി പിടിച്ചതിന് പിന്നാലെ തലയിലേക്ക് വീഴുകയായിരുന്നു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും 1ഉം 2ഉം പ്രതികളാക്കി നാഷണൽ ഹെറാൾഡ് കേസിൽ ED കുറ്റപത്രം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ നിയമവിദഗ്ധരുമായി ചർച്ച നടത്തി രാഹുൽ ഗാന്ധി. അതേസമയം ED നീക്കത്തിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ്. ദില്ലിയിലും സംസ്ഥാനങ്ങളിലും തുടർ പ്രതിഷേധം സംഘടിപ്പിക്കും. കേസ് പരിഗണിക്കുന്ന 25-ന് ED ഓഫീസുകൾ ഉപരോധിക്കാനും നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെയും ഡാൽമിയ സിമൻസിന്റെയും 800 കോടി രൂപയുടെ സ്വത്തുക്കൾ ED പിടിച്ചെടുത്തു. ഡാൽമിയ സിമൻസിൽ ജഗൻമോഹൻ റെഡ്ഡിക്കുള്ള 27.5 കോടി രൂപയുടെ ഓഹരികളും ഡാൽമിയ സിമൻസിന്റെ 793 കോടി രൂപ വില വരുന്ന ഭൂമിയും കണ്ടുകെട്ടി. 2011 CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് 14 വർഷത്തിനു ശേഷം ED നടപടി. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സംഘർഷം ഉടലെടുത്ത പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദും മാൾഡയും ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് സന്ദർശിക്കും. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ശക്തമായ എതിർപ്പുകൾ അവഗണിച്ചാണ് ഗവർണറുടെ സന്ദർശനം. ഇതിനിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയോഗിച്ച സംഘം സംഘർഷബാധിത പ്രദേശമായ മാൾഡയിലെത്തി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയെ തനിക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താരിഫുകൾ ചുമത്തിയ ശേഷം വ്യാപാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന ആദ്യ യൂറോപ്യൻ നേതാവ് കൂടിയാണ് മെലോനി. ഓവൽ ഓഫീസിലെ പ്രസംഗത്തിനിടെ ജോർജിയ മെലോനിയുടെ സാന്നിധ്യത്തിൽ ട്രംപ് അവരെ പ്രശംസിക്കുകയും റോമിലേക്കുള്ള ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് റെക്കോർഡ് ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. ഇന്നലെ ആദ്യമായി 71,000 രൂപ കടന്ന സ്വർണ്ണവില ഇന്ന് പവന് 200 രൂപ വർദ്ധിച്ച് പുതിയ ഉയരം കുറിച്ചു. ഇന്ന് 71,560 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 25 രൂപ കൂടി 8,945 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.